ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ പത്തനംതിട്ടയിലെ 13-കാരിയുടെ വ്യാജ പരാതിയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച 20-കാരനും മാതാവും. പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞ് 5 പോലീസുകാർ തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് യുവാവ് പറഞ്ഞു. പെൺകുട്ടി അറിയില്ല എന്ന് പറഞ്ഞിട്ടും മർദ്ദനം തുടർന്നു. കസ്റ്റഡിയിലെടുത്തതിനാൽ നിലവിലെ ജോലിയെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ടെന്നും 20-കാരൻ പറയുകയാണ്. ഇനിയിപ്പോൾ വീണ്ടും പോലീസ് ഉപദ്രവിക്കുമെന്നൊരു ഭയമുണ്ട്, അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. അങ്ങനെ ഭയമുണ്ടോ? 20 വയസ്സ് പ്രായമേ ഉള്ളൂ. ഇനിയിപ്പോൾ സമൂഹത്തിൽ ഒരു ജോലിയൊക്കെ ചെയ്യണം, നിലവിലൊരു ജോലിയുണ്ട്, അതിനെയൊക്കെ ബാധിക്കുമെന്ന് ഭയമുണ്ടോ? ബാധിക്കുമെന്ന് ഭയമുണ്ട്. ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല? ഇപ്പോൾ പോകുന്നില്ല. ചൂരൽ കൊണ്ട്, അതായത് ലാത്തി കൊണ്ട് കാൽവെള്ളയിൽ ശക്തമായി അടിച്ചു എന്നാണല്ലോ പറഞ്ഞത്. എത്ര സമയം ആ മർദ്ദനം തുടർന്നു പോലീസ്? അതൊരു കുറച്ച് നേരം ഉണ്ടായിരുന്നു. അവർ മാറി മാറി ഇങ്ങനെ തല്ലുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇരുന്ന സമയത്ത് ചെവിക്ക് പിടിച്ച് പൊക്കി എണീപ്പിച്ചത്. കുട്ടിയുടെ കാര്യം തന്നെയായിരുന്നു, അവരുടെ കാര്യം തന്നെ ചോദിക്കുന്നത്. ഇവിടെ എന്തിനു പോയി, എവിടെ കൊണ്ടുപോയി എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞല്ലോ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കാൽവെള്ളയിൽ ലാത്തി കൊണ്ട് മർദ്ദനം തുടരുകയായിരുന്നു. പിന്നെ അടിക്കുകയായിരുന്നു. ആ സമയം എത്ര പോലീസുകാരാണ് ആ മുറിയിലുണ്ടായിരുന്നത്? 4-5 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുറേ പേരും കൂടെ വന്നായിരുന്നു. 2-3 പേരും കൂടെ വന്നായിരുന്നു. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ ആളാണെന്ന് പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതൊന്നും പോലീസുകാർ കണ്ടില്ലേ? അല്ലല്ല, ഇതാ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇവർ റോഡിൽ നിന്ന് വണ്ടിയിലോട്ട് കയറ്റുന്ന മുമ്പ് ഇവർ കാണിച്ചതാണ്. ഇപ്പോൾ സർജറി കഴിഞ്ഞതാണെന്നും അവരെ ബോധ്യപ്പെടുത്തിയതാണ്. അവരത് നോക്കിയിട്ടില്ല. അതിനുശേഷം 4-ാം തീയതിയാണ് വൈകിട്ട് വിട്ടയച്ചത്. അത് വ്യാജ പരാതിയാണെന്ന് പോലീസിന് ബോധ്യമായപ്പോഴാണ് വിട്ടയച്ചത്. അപ്പോൾ പോലീസ് എന്താണ് പറഞ്ഞത്? അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം കുഴപ്പക്കാരനല്ല, അതായത് നിരപരാധിയാണെന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാവരെയും കൂടെ വിളിച്ചിരുത്തിയിട്ടൊരു ബോധവൽക്കരണം പോലും പറഞ്ഞിട്ട് വിടുകയായിരുന്നു. സൈനൊക്കെ ഇട്ടിട്ട് വിടുകയായിരുന്നു. അപ്പോൾ ചോദിച്ചില്ല എന്തിനാണ് ഒരു വ്യാജ പരാതിയാണ്, എന്നെ എന്തിനാണ് മർദ്ദിച്ചത് എന്ന് ആ സമയം ചോദിച്ചിരുന്നോ പോലീസിനോട്? ഇല്ല, ചോദിച്ചിട്ടില്ല. ഭയമായിരുന്നു. ഒരു കാര്യമില്ലാതാണ് കൊണ്ടുപോയി തല്ലിയേക്കുന്നത്. അപ്പോൾ അതിന് ഒരു നീതി പോലെ കിട്ടണം. ഇപ്പോൾ സർജറി കഴിഞ്ഞാന്ന് പറഞ്ഞിട്ടും അവർ തല്ലുമായിരുന്നു. മകന് പുറത്തേക്കിറങ്ങാൻ പോലും കഴിയുന്നില്ല എന്ന് യുവാവിന്റെ മാതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. മകന്റെ ഭാവി ഇനി എന്താകുമെന്നറിയില്ല. പെൺകുട്ടി എന്തിനാണ് മകന്റെ പേര് നൽകിയെന്ന് അറിയണമെന്നും മാതാവ് പറഞ്ഞു. മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ ദുരൂഹതയുണ്ട് എന്നും അമ്മ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മമ്മി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് എന്തുവാന്ന് പോലും അറിയത്തില്ല, ഇതെന്തുവാണെന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞ നിമിഷം കൊണ്ട് പോലീസുകാർ പിടിച്ച് കെട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ എന്നിട്ട് ഒരു പോലീസുകാരൻ പോലും ഇറങ്ങി വന്നൊന്ന് ചോദിക്കുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാനും ഭയം. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൻ്റെ മുറ്റത്ത് കാലുകുത്തുന്നത്. ചാനലിൽ പറയുന്ന കേട്ടു മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലാണ് കുഞ്ഞിനെ ചോദ്യം ചെയ്തതെന്ന്. ഒരിക്കലുമല്ല, ഞങ്ങളുടെ സാന്നിധ്യത്തിലല്ല മോനെ ചോദ്യം ചെയ്തതും. ഞങ്ങൾ വെളിയിലിരിക്കുമായിരുന്നു, എൻ്റെ മോനെ കണ്ടിട്ട് പോലും ഇല്ല. ഞങ്ങൾ കൊണ്ടുപോകുമ്പോഴേ പറഞ്ഞു സാറേ ഉപദ്രവിക്കരുത്. അപ്പം മോനും പറയുന്നുണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് വിശ്രമവേളയാണ്, ഇപ്പോഴും മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന മോനെ. ഇല്ല, ഞങ്ങളൊന്നും ചെയ്യത്തില്ലെന്നും പറഞ്ഞാൽ കൊണ്ടുവന്നത്. ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇരുന്നത്. എൻ്റെ മോൻ്റെ പേര് ഇതാര് കൊടുത്തെന്ന് ഞങ്ങൾക്ക് ഇന്നും അത് ഞങ്ങൾക്ക് വ്യക്തമല്ല. ഈ പെൺകുട്ടിയുമായിട്ട് ഇവന് ഒരു പരിചയവുമില്ല. ഇത് വിട്ടയക്കുമ്പോൾ പോലും കേസൊന്നുമില്ല, കേസ് കള്ളമാണെന്ന് തെളിഞ്ഞ് അതുകൊണ്ട് നിങ്ങളുടെ മകനെ കൊണ്ടുപോകാം, FIR ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നുമോനെ ഇന്നലെ എന്തുവായിരുന്നടാന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ മേത്ത് തൊടരുതേ എന്ന് പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ തൊടല്ലേ മമ്മി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ കാര്യം, എന്തുവാ മോനെ, എന്നെ ഒത്തിരി അടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും രാത്രിയായി. പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ കിടന്നിട്ട് കിടക്കാൻ വയ്യ, അവന് ഇരിക്കാൻ വയ്യ. അവൻ രാത്രിയിൽ ഞെട്ടി ഉണരുക. പിന്നെ ഇന്നലെ രാവിലെ ആയപ്പോഴത്തേക്ക് ഒട്ടും വയ്യാതായി, കാല് നിലത്ത് കുത്തമായി. അപ്പം തന്നെ അവൻ കാണിച്ചു കാലിൻ്റെ വെള്ളയെല്ലാം നീര് പിടിച്ച്. അന്നേരം പറഞ്ഞു രാത്രി കൊണ്ട് ഒത്തിരി അടിച്ച്. ഞങ്ങൾ ചോദിച്ചാൽ എത്ര പേരടിച്ച്? അതൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് കുറച്ചടിച്ചപ്പോഴേ എൻ്റെ ബോധം പോയി. എനിക്ക് പിന്നെ സുബോധമില്ലായിരുന്നു. പിന്നെ അപ്പം തന്നെ എഴുന്നേപ്പിച്ച് നിർത്തിച്ച് പറഞ്ഞതാ, എൻ്റെ മോൻ എന്നോട് പറഞ്ഞതാ. എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് അവന് നിൽക്കാൻ വയ്യ. അപ്പോഴും പിന്നെ ചെന്ന് മുടി കീപ്പോട്ട് കുനിച്ച് നിർത്തി എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അവന് പുറത്തും നെഞ്ചത്തെല്ലാം വേദനയായിരുന്നു പറഞ്ഞു. വ്യാജ പരാതി നൽകിയവർക്കെതിരെയും തന്നെ മർദ്ദിച്ച പോലീസിനെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് 20-കാരൻ ആഭ്യന്തരമന്ത്രിക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമനും അനിൽ ഇമാനുവലുമുണ്ട്. പ്രവീൺ, ഇപ്പോൾ വിചിത്രമായ ഒരു പരാതി, ആ പരാതിക്ക് പിന്നാലെ പോലീസ് എടുത്ത നടപടി, അത് എത്രത്തോളം ക്രൂരമായിരുന്നു എന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് അറിയാനാകുന്നത്.
ഈ അമ്മയും ഈ യുവാവും പറയുന്നത് എന്താണ്? ഈ യുവാവിന്റെ ശസ്ത്രക്രിയ എന്ത് ശസ്ത്രക്രിയയായിരുന്നു? അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഈ പെൺകുട്ടിയെ ഒരു പരിചയവുമില്ല എന്ന് തന്നെയാണോ ഈ കുടുംബം പറയുന്നത്? സ്മൃതി, മാതാവ് പറയുന്നത് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്, കസ്റ്റഡിയിലെടുക്കും, അതും സ്വാഭാവികമാണ്, അതിലൊന്നും തങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ മകനെ ക്രൂരമായി ഉപദ്രവിച്ചതിലാണ് ആ മാതാവിന് ഒരു വേദനയുള്ളത്. മാതാവ് പറയുന്നത് മകൻ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുള്ള ആളാണ്. വീട്ടിലേക്ക് പോലീസ് എത്തിയിരുന്നു. അത് പോലീസ് വേഷത്തിലല്ല വന്നത്. 2 പേർ പോലീസ് കാർ വീടിനുള്ളിലേക്ക് കയറി വന്നു, കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ മകനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എന്തിനാണ് കൊണ്ടുപോകേണ്ടതെന്ന് ഈ മാതാവ് പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞില്ല. ആ സമയം തന്നെ തൻ്റെ മകൻ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുള്ള ആളാണ് എന്നൊരു കാര്യം പോലീസിനോട് സൂചിപ്പിച്ചിരുന്നു എന്നാണ് ഈ മാതാവ് പറയുന്നത്. പിന്നീട് പോലീസ് വാഹനത്തിൽ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഒരു കാറാണ് എന്നാണ് പറയുന്നത്. ഒരു വാഗണർ കാറിലാണ് മകനെ കൊണ്ടുപോയതെന്ന് ഈ മാതാവ് പറയുന്നുണ്ട്. പുറകെ തന്നെ ഒരു ഓട്ടോ വിളിച്ചാണ് മാതാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നത്. രാത്രി 2:30 വരെ, പുലർച്ചെ 2:30 വരെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. ആ സമയമെല്ലാം പോലീസുകാരോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് തൻ്റെ മകനെ പിടിച്ചു കൊണ്ടുവന്നതെന്ന്. പക്ഷേ ആ സമയത്തൊന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകിയില്ല. പിന്നീട് SHO അവിടേക്ക് വന്നു, SHOയെ കണ്ടു. അപ്പോഴാണ് പറഞ്ഞത് ഇത്തരത്തിലൊരു പീഡന പരാതി ലഭിച്ചിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചറിയുന്നതിന് വേണ്ടിയാണ് മകനെ കൊണ്ടുവന്നതെന്ന് പറയുന്നത്. പക്ഷേ മകൻ അവിടെ വെച്ച് മർദ്ദനമേറ്റു എന്നുള്ള കാര്യം ഈ മാതാവ് അറിയുന്നില്ല. പിറ്റേ ദിവസം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മകനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. കാരണം വെറുതെ വിട്ടല്ലോ പോലീസ് എന്നുള്ള സന്തോഷത്തിലാണ് കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചത്. ആ സമയം മകൻ പറഞ്ഞു തൻ്റെ ദേഹത്ത് പിടിക്കരുത്, ദേഹത്തെല്ലാം വേദനയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് മകന് അവിടെ വെച്ച് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റു എന്നുള്ളത്. കാൽവെള്ളയിൽ ലാത്തി കൊണ്ടടിച്ചു എന്ന് പറഞ്ഞു, ചെവിയിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ക്രൂരമായി പോലീസ് മർദ്ദിച്ച കാര്യം അപ്പോൾ മാത്രമാണ് ഈ മാതാവിനോട് മകൻ പറഞ്ഞത്. മാതാവ് പറയുന്നത് ഒരു കുഞ്ഞിനും ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. പോലീസ് ചോദ്യം ചെയ്യുന്നതിലൊന്നും തെറ്റില്ല. സംശയം തോന്നിക്കഴിഞ്ഞാൽ ആരെയായാലും ചോദ്യം ചെയ്യും. നിയമത്തിനൊക്കെ തങ്ങൾ എല്ലാവരും വിധേയമാണ്. പക്ഷേ അകാരണമായി മർദ്ദിച്ചത് എന്തിന് എന്നൊരു ചോദ്യമാണ്. ഏതെങ്കിലും പോലീസുകാരുടെ പേര് ആരോപണത്തിൽ വരുന്നുണ്ടോ? ഇന്ന ആൾക്കാരാണ് ഉപദ്രവിച്ചത് എന്ന് കൃത്യമായി പേര് വിവരങ്ങൾ യുവാവ് പറയുന്നുണ്ടോ? സ്മൃതി, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അയച്ച ഈ ഒരു പരാതിയിൽ സബ് ഇൻസ്പെക്ടറുടെ പേര് പറയുന്നുണ്ട്. കൂടുതൽ സബ് ഇൻസ്പെക്ടറുടെ പേര് പറയുന്നുണ്ട്. മറ്റ് പോലീസുകാരുടെ പേര് ആ പരാതിയിലില്ല. പക്ഷേ ഈ മകൻ പറയുന്നത്, 20-കാരനായിട്ടുള്ള യുവാവ് പറയുന്നത് ആദ്യം തന്നെ 5ഓളം പോലീസുകാർ ചേർന്നാണ് മർദ്ദിച്ചത്. പിന്നീട് 3 പേർ കൂടി ആ മുറിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 8ഓളം പേർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം 20-കാരൻ സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ മകൻ ഒരു ജോലിക്ക് പോകുന്നുണ്ട്, അത് നൈറ്റ് ഡ്യൂട്ടിയാണുള്ളത്. ആ ജോലി ഇനിയും തിരികെ പ്രവേശിക്കാൻ കഴിയുമോ എന്നൊരു ആശങ്ക ഈ മകനും ഒപ്പം തന്നെ മാതാവിനുമുണ്ട്. മാതാവ് പറയുന്നത് തങ്ങൾ വാടക വീട്ടിലാണ് കഴിയുന്നത്, കൂലിപ്പണിയൊക്കെയാണ് ചെയ്യുന്നത്, മറ്റ് വരുമാന മാർഗങ്ങൾ ഒന്നും തന്നെയില്ല. മകൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഈ ജോലിക്ക് പോയത്. കാരണം കുടുംബത്തിന് കുറച്ചെങ്കിലും ഒരു വരുമാനം കൂടി ആകുമല്ലോ എന്ന് കരുതിയാണ് ഹൃദ്രോഗിയായിട്ട് പോലും ആ മകനെ നൈറ്റ് ഡ്യൂട്ടിക്ക് പറഞ്ഞു വിട്ടത് എന്ന് പറയുന്നത്. ഇപ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ തന്നെ മകന് ഭയമാണ്. കാരണം ഇങ്ങനെ ഒരു കേസിൽ പെട്ടു, പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നു, മർദ്ദനമേറ്റു. അപ്പോൾ സമൂഹത്തിൽ ഒരു ചീത്തപ്പേര് ഏതായാലും ഉണ്ട്. അതുകൊണ്ട് ശരി, അതിക്രൂരമായ സംഭവമാണ്. ആ ചീത്തപ്പേര് എന്ന് പറയേണ്ട കാര്യമില്ല. അത് പോലീസ് വെറുതെ വിട്ട കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി കഴിഞ്ഞതാണ്. പക്ഷേ പോലീസിന്റെ ക്രൂരതയുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അനിൽ ഇമാനുവൽ കൂടി. അനിൽ, ഇതിൽ വളരെ പ്രാകൃതമായ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഈ യുവാവിന്റെ ചെവി പിടിച്ച് കറക്കി, അതോടൊപ്പം കാലിൽ ബൂട്ടിട്ട് ചവിട്ടി എന്നടക്കമുള്ള ആരോപണങ്ങൾ പറയുന്നു. ഒരു 13 വയസ്സുള്ള പെൺകുട്ടി ക്ലാസ്സിൽ ഉണ്ടായിരുന്ന സഹപാഠിയോടുള്ള പ്രണയ നൈരാശ്യം മൂലം ഇങ്ങനെ ഒരു വ്യാപകമായ പരാതി നൽകുന്നു. 6 വിദ്യാർത്ഥികളടക്കം 6 പേരെയാണ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. പിന്നീട് ഈ പരാതി വ്യാജമാണെന്ന് അറിയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ സ്കൂളിന് പുറത്തുള്ള 20-കാരനിലേക്ക് പോലീസ് എത്തുന്നതാണ് ഇപ്പോൾ ആ കുടുംബത്തിന് പോലും അറിയാത്തത്? എങ്ങനെയാണ് ഈ പേരെത്തുന്നതെന്ന്? അപ്പോൾ ഈ മറ്റു കുട്ടികളെയും ഈ രൂപത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാനാകുന്നത്. ഇതിൽ യഥാർത്ഥ പ്രതികൾ ആരാണ് അനിൽ? സ്മൃതി, കാരണം എന്തുമാവട്ടെ, എന്ത് കേസായാലും ഒരു 20-കാരനെ ഈ മട്ടിൽ പറഞ്ഞതുപോലെ പ്രാകൃതമായി മർദ്ദിക്കാനുള്ള സാഹചര്യം എന്താണ് അവിടെ ഉണ്ടായിരുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഒരു 21 വർഷം പിന്നിലേക്ക് പോയാൽ നമുക്ക് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ഉദയകുമാറിന്റെ ഉരുട്ടിക്കൊല കേസ് കാണാം. അതുപോലെ 7 വർഷം പിന്നിലേക്ക് പോയാൽ നെടുങ്കണ്ടത്ത് രാജ്കുമാറിന്റെ ഉരുട്ടിക്കൊല കേസ് കാണാം. ഈ കേസുകളിലൊക്കെയാണ് സ്മൃതി കൃത്യമായി കാൽവെള്ളയിൽ ചൂരൽ അല്ലെങ്കിൽ ലാത്തി കൊണ്ട് അടിക്കുന്ന തരത്തിലുള്ള മർദ്ദന രീതികൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് കൃത്യമായി 3-ാം മുറയുടെ ഭാഗമാണ് ഈ കാൽവെള്ളയിൽ ചൂരൽ കൊണ്ടടിക്കുന്നത്. കാൽവെള്ളയിൽ ശരീരത്തെ മറ്റു ഭാഗങ്ങളിൽ അടിക്കുന്നത് പോലെയല്ല. കാൽവെള്ളയിൽ അടിച്ചാൽ അതിന് ഇമ്പാക്ട് ശരീരം മുഴുവൻ വ്യാപിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ വലിയ കൊടിയ ക്രിമിനലുകളെ
മുൻകാലങ്ങളിലൊക്കെ പോലീസ് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അതേ മാതൃകയിൽ ഒരു 20 വയസ്സുള്ള പയ്യനെ, അതും യാതൊരു തെളിവുമില്ലാതെ ഒരു പേര് ഒരു പെൺകുട്ടി നൽകി എന്നതിന്റെ പേരിൽ മാത്രം ഇങ്ങനെ ചെയ്യുമ്പോൾ അവരെ, ഈ ഉദ്യോഗസ്ഥരെ വളരെ കൃത്യമായി തന്നെ കേസ് എടുത്ത് വിചാരണ ചെയ്യേണ്ടതാണ്, സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള നടപടികൾ പോലും തുടങ്ങി വെക്കേണ്ടതാണ് എന്ന അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥർ പോലും ഈ കേസ് പുറത്തു വന്ന ശേഷം പറയുന്നുണ്ട്. അതിന്റെ കാരണം ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഒരു ഹൃദ്രോഗിയാണ് എന്നുള്ള കാര്യം, അത് വെറുതെ ഹൃദ്രോഗിയാണെന്ന് പറയുക മാത്രമല്ല, ഒരു സർജറി കഴിഞ്ഞു നടന്നുള്ള വിവരം നൽകിയിട്ട് പോലും ഇങ്ങനെയാണ് ഉദ്യോഗസ്ഥർ പെരുമാറുന്നതെങ്കിൽ ഇവരെ എങ്ങനെ സർവീസ് വെച്ചുകൊണ്ടിരിക്കും? ഏതെല്ലാം തരത്തിൽ മറ്റു കേസുകളിലെ പ്രതികളെ ഏതെല്ലാം തരത്തിൽ ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ടാകാം എന്നുള്ള കാര്യം വളരെ പ്രധാനമാണ്. മാത്രവുമല്ല, 3-ാം തീയതി വൈകുന്നേരം കസ്റ്റഡിയിലെടുത്ത ശേഷം 4-ാം തീയതി വൈകിട്ടാണ് ഇത് വ്യാജ പരാതിയാണെന്ന് വ്യക്തമായി വിറ്റയക്കുന്നത്. അതില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഇതിൽ ഏതൊക്കെ പോലീസുകാരാണ് ക്രൂര മർദ്ദനത്തിന് നടപടിയെടുത്തതെന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ വരികയും ആ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുകയും വേണ്ടതാണ്. ആഭ്യന്തര വകുപ്പിൽ ഇതര കുടുംബം പരാതി നൽകുന്നു, നിയമ നടപടികളിലേക്ക് കടക്കുന്നു എന്ന് കൂടിയാണ് യുവാവും അമ്മയും വ്യക്തമാക്കിയത്. പ്രവീൺ പുരുഷോത്തമനും അനിൽ ഇമാനുവലുമാണ് വിവരങ്ങൾ നൽകിയത്.